ശബരിമല ഉത്സവത്തോടനുബന്ധിച്ച ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത്. ഫ്ലൈ ഓവർ ഒഴിവാക്കി നേരിട്ടുള്ള ദർശനം ഭക്തർക്ക് സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. 50,000-ൽ കൂടുതൽ ഭക്തർ എത്തിയാൽ 2 മിനിറ്റ് കൊണ്ട് ഫ്ലൈ ഓവറിലേക്ക് ഭക്തരെ മാറ്റി തിരക്ക് നിയന്ത്രിക്കുമെന്നും പി.എസ്. പ്രശാന്ത് ജനം ടിവിയോട് പറഞ്ഞു. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല അയ്യപ്പസ്വാമിയുടെ പൈങ്കിനി ഉത്രം മഹോത്സവത്തിന് ഇന്ന് കൊടിയേറുകയാണ്. ഉത്രം മഹോത്സവം, വിഷു, മേടമാസ പൂജകളെല്ലാം പൂർത്തിയാക്കി ഏപ്രിൽ 18-നാണ് നടയടയ്ക്കുന്നത്. തുടർച്ചയായി 18 ദിവസം നട തുറന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഈ മാസമുണ്ട്. ഈ 18 ദിവസത്തെ ക്രമീകരണങ്ങൾ, ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, ഇക്കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്തേ. എങ്ങനെയുണ്ട് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ? ഏത് വിധേനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒപ്പം 18 ദിവസം തുടർച്ചയായി നട തുറന്നിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടല്ലോ. ഉത്സവം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ആയി കഴിഞ്ഞു. ഇന്ന് 9:45, 10:30 ആ സമയത്തിനാണ് തൃക്കൊടിയേറ്റ്. അത് കഴിഞ്ഞ് 11-നാണ് ആറാട്ടോടുകൂടി നട അടയ്ക്കുകയും വീണ്ടും വിഷുപൂജയ്ക്കായി 13-ന് വൈകുന്നേരം 4 മണിക്ക് നട തുറന്ന് 18 വരെ നട തുറന്നിരിക്കും. വളരെ ശാന്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഉത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരിപാടികൾ, തനത് ക്ഷേത്ര കലാരൂപങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭക്തജനങ്ങളുടെ തിരക്ക് കുറവാണ്. കാരണം ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് ഭഗവാനെ തൊഴാൻ സാധിക്കണമെന്നില്ല. പക്ഷേ 13 വൈകുന്നേരം മുതൽ വിഷുപൂജയ്ക്കായി നട തുറക്കുമ്പോൾ വലിയ തിരക്കായിരിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും ഇപ്പോൾ വലിയ ഭക്തജന പ്രവാഹമാണ്. എല്ലാ ഉത്സവങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാത്രമല്ല എല്ലാ അമ്പലങ്ങളിലും വലിയ തിരക്കാണ്, അഭൂതപൂർവമായ തിരക്കാണ് ഭക്തജനങ്ങളുടേതായിട്ടുള്ളത്. ഇവിടെയും ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. വിഷുപൂജയ്ക്ക് വലിയ തിരക്കായി മാറും. പക്ഷെ എത്ര തിരക്ക് വന്നാലും അവരെല്ലാം അവർക്കെല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്കറിയാം, കഴിഞ്ഞ മാസം മുതൽ നമ്മൾ നേരിട്ട് തൊഴിപ്പിക്കുവാനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ചുകൂടി സൗകര്യങ്ങൾ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു 50,000 കൂടുതൽ തിരക്ക് വന്നാൽ നമ്മൾ നേരെ അത് ഫ്ലൈ ഓവർ വഴി കൂടി ഉപയോഗിച്ചുകൊണ്ട് പഴയ സംവിധാനത്തിലേക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞാൽ ഭക്തർക്ക് നേരിട്ട് 18-ാം പടി കയറി നേരിട്ട് ഭഗവാനെ ദർശിക്കുന്ന സൗകര്യം. എന്തായാലും ഇനി മുതൽ ശബരിമലയിൽ നേരിട്ട് ഭഗവാനെ ദർശിക്കുവാനുള്ള സംവിധാനം ഉണ്ടാവും. 50,000 ഭക്തജനങ്ങൾ അധികം വരികയാണെങ്കിലാണോ ഈ ഫ്ലൈ ഓവർ ഉപയോഗിക്കുക? അല്ല, 50,000-ൽ അധികം ആളുകൾ വന്നാൽ നമുക്ക് ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും. കാരണം 18-ാം പടി 1 മിനിറ്റിൽ 80 പേര് കയറും. പക്ഷെ അപ്പോഴേക്കും ഈ ബലിക്കൽപുര വഴിയാണെങ്കിൽ ഒരു 50-55 പേർക്ക് തൊഴുത് വരാൻ പറ്റുള്ളൂ. കാരണം ഭക്തര് ഭഗവാനെ കണ്ടു നിൽക്കുമ്പോൾ അങ്ങ് മതിമറന്ന് നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവരെ വല്ലാതെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമുക്ക് നോക്കുന്നത് ഒരു 50,000-ൽ പരം ആളുകൾ അധികമായി വന്നാൽ ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് 2 മിനിറ്റ് മതി. 2 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ പഴയ ക്രമത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഇനി മുതൽ ശബരിമലയിൽ നേരിട്ട് തൊഴുവാനുള്ള സംവിധാനം ഉണ്ടാവും. ഏപ്രിൽ 13-നോടടുത്ത ദിവസങ്ങളിലാണല്ലോ തിരക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ പോലീസ്, KSRTC അനുബന്ധിച്ചുള്ള മറ്റു വിഭാഗങ്ങൾ, ആരോഗ്യ വിഭാഗങ്ങൾ, ഇതിൻ്റെയൊക്കെ ക്രമീകരണങ്ങൾ മാസപൂജയ്ക്ക് സമാനമായാണോ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്? അതോ ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും? അവരുടെ ആവശ്യപ്പെടും? അല്ലല്ല, ഇതൊരു മിനി സീസൺ അല്ലേ. ഈ വിഷു എന്ന് പറയുന്നത് ഒരു മിനി സീസണാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ പോലീസിൻ്റെ ഫോഴ്സ് ഇവിടെ വരും. പിന്നെ KSRTC കൂടുതൽ സർവീസുകളുണ്ടാവും. ആരോഗ്യ പ്രവർത്തകർ കൂടുതലുണ്ടാവും. അങ്ങനെ എല്ലാ മേഖലയിലും ഒരു മിനി സീസൺ എന്നുള്ള നിലയിൽ എന്തൊക്കെയാണോ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അത്തരം ക്രമീകരണങ്ങൾ ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരുക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്കുള്ള ഒരു സംശയമായിരിക്കും, ഈ ഉത്സവ നാളുകളിൽ നെയ്യഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ മാറ്റമുണ്ടോ എന്നുള്ള കാര്യം. ആ കാര്യത്തിൽ എന്താണ്? അല്ലെ, ഇപ്പോൾ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് പൂജാതി കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ. കാരണം അവിടെ പൂജാതി കർമ്മങ്ങൾക്കാണ്, അനുഷ്ഠാനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും പൂജാ സമയങ്ങളിൽ മാറ്റം വരും. അത് തന്ത്രിയാണ്, ബഹുമാനായ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടക്കുന്നത്. പക്ഷേ വിഷുമാസ പൂജയ്ക്ക് ഈ പറയും പോലെ എല്ലാം നെയ്യഭിഷേകത്തിൽ നിന്നും വലിയ മാറ്റമില്ല. നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് 4 മണിക്ക് നട തുറക്കും. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കും. രാവിലെ 5 മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ. അപ്പം 4 മണി എന്നുള്ളത് നേരത്തെ ആക്കിയിട്ടുണ്ട്. കാരണം ഈ പടിപൂജയും ഉദയാസ്തമയ പൂജയും മാസപൂജയ്ക്ക് മാത്രമേ ഉള്ളൂ. അതൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ക്രമീകരണം ചെയ്തിരിക്കുന്നത്. പമ്പയിലെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ആറാട്ടുമായി ബന്ധപ്പെട്ട്? പമ്പയിലെല്ലാം ആറാട്ടുമായി ബന്ധപ്പെട്ട് നമ്മളിവിടുന്ന്
ആനയുടെ പുറത്ത് ഭഗവാൻ എഴുന്നള്ളി പമ്പയിൽ പോയാണ് ആറാടി വരുന്നത്. അവിടുന്ന് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അതെല്ലാം പമ്പയിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കൃത്യമായി തന്നെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിഷു മേടമാസ പൂജകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ജനം TV യോട് പറഞ്ഞത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.